അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് BTS ആർമിക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. അതെ, നമുക്ക് മെസ്സേജൊക്കെ വരാറുണ്ട് BTS ആർമിൻ്റെ ബോട്ടിലായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ BTSൻ്റെ ബോട്ടിലായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ബോട്ടിലായിട്ടല്ല, ഒരു വുഡനായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വുഡിലേക്ക് BTSൻ്റെ ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരച്ചതായിട്ടേ തോന്നുള്ളൂ. അത്ര അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടതിന് ശേഷം മാത്രം അടിപൊളിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ആയിട്ട് എത്തണോട്ടാ. ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കുക. ഉള്ള അഭിപ്രായങ്ങളൊക്കെ പറയണമെങ്കിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കത്തിക്കാനിട്ട ഒരു മരത്തിൻ്റെ കഷ്ണം കൊണ്ടാട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള മര കഷ്ണം എടുത്തുള്ളത്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള എടുക്കാട്ടോ. അത് നമ്മളൊരു സാൻഡ് പേപ്പറിൻ്റെ ഗ്രൈൻഡിങ് വീലിട്ടിട്ട് അങ്ങ് സ്മൂത്തായി കേട്ടോ. നമുക്കറിയാം റെഗുലാരിറ്റിയൊക്കെ ഉണ്ടാവും മുറിച്ച് കഴിഞ്ഞാലെന്ന്. അപ്പോൾ അതൊന്ന് സ്മൂത്തായിട്ടുള്ള ഒരു സർഫസാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സാൻഡ് പേപ്പറിൻ്റെ ഗ്രൈൻഡിങ് വീലിടാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഗ്രൈൻഡിങ് വീലിടാനൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൈൻഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ ഫയലോ ഉപയോഗിച്ച് അങ്ങ് സ്മൂത്ത് ചെയ്താൽ മതി. ഇതാ നമ്മൾ ഇത്രത്തോളം അത് അടിപൊളിയാക്കി സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗം സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോണ BTSൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ A4 ഷീറ്റിൽ ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങ് പ്രിൻ്റ് എടുത്താട്ടാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് നമ്മളെടുത്തത്. ഇത് കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് പറ്റണ ഏതാണോ അത് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ കൈയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പതിഞ്ഞു പോണ ആ ഒരു ടിഷ്യൂ പേപ്പർ. ഇപ്പോൾ അതിൽ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് BTSൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മരക്കഷ്ണത്തിലേക്ക് പാകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മരക്കഷ്ണം എടുക്കാനുള്ള കാരണം കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള ഫോട്ടോ ആയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ സ്ഥിരം പോരാളിയായിട്ടുള്ള നമ്മുടെ ഫെവിക്കോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ 1:2, അതായത് വെള്ളത്തിൻ്റെ ഇരട്ടി ഗ്ലൂ ആട്ടോ നമ്മളിവിടെ എടുക്കുന്നത്. കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ, വളരെ കുറച്ച് മതി. ഈ ഒരു ഫോട്ടോ ഒട്ടിക്കാൻ ആവശ്യമായി അത്രയും കുറച്ച് മതി. അത് നമ്മൾ നന്നായി തന്നെ ഈ ഒരു നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ആദ്യം ഇതേപോലെ നമ്മുടെ ഈ ഫെവിക്കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ തേച്ച് പിടിപ്പിക്കാം. എല്ലായിടത്തും ഒരുപോലെ യൂണിഫോമായിട്ട് തേച്ച് പിടിപ്പിക്കുക ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് അങ്ങ് തേച്ച് പിടിപ്പിക്കുക ചെയ്യണം കേട്ടോ. അതിന് പുറത്തേക്ക് നമ്മൾ ഈ പ്രിൻ്റ് എടുത്ത ടിഷ്യൂ അങ്ങ് ഒട്ടിച്ച് വെക്കുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇതേപോലെ വീണ്ടും ഈ ഒരു ഫെവിക്കോൾ വെള്ളം കൂടി കലക്കിയത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിന് മുൻപും പ്രിൻ്റഡ് ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ബോട്ടിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മളതൊരു വുഡിലാണ് ചെയ്യുന്നത്. അത്രമാത്രം വ്യത്യാസമുള്ളൂ. ടിഷ്യൂ പേപ്പറെ വുഡിൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള ഫോട്ടോ ഒക്കെ ആകുമ്പോൾ ചുളിവ് വരാതിരിക്കുക. പിന്നെ നമുക്കറിയാം ടിഷ്യൂ പേപ്പറാണ്, വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക പതിഞ്ഞു പോണ ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ ബലമൊന്നും പ്രയോഗിക്കാതിരിക്കുക. അത് ടിഷ്യൂ പേപ്പറാണെന്നുള്ളത് മനസ്സിലുണ്ടായത് പിന്നെ പതുക്കെ ചെയ്തെടുക്കാം. നമുക്ക് ധൃതിയൊന്നും വേണ്ട. പതുക്കെ ചെയ്താൽ പോലും നമുക്കൊരു 15 മിനിറ്റോ 20 മിനിറ്റോ കൊണ്ടോ ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി സംഭവമാണിത്. അങ്ങനെ നമ്മൾ ബാക്കി വന്ന അല്ലെങ്കിൽ എക്സ്ട്രാ നിൽക്കുന്ന ടിഷ്യൂ പേപ്പറൊക്കെ പതിയെ നമ്മൾ അതിൽ നിന്ന് മാറ്റി കളഞ്ഞ് ഇപ്പോൾ നമ്മുടെ BTS മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കണ്ടാൽ മനസ്സിലാവുന്നില്ല ടിഷ്യൂ പേപ്പറാണെന്നും. അങ്ങനെ BTS വുഡിൽ പ്രിൻ്റ് ചെയ്ത പോലെ ഉണ്ട് ഇപ്പോൾ കാണാൻ. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ BTSൻ്റെ താഴ്ഭാഗത്ത് കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. അത് ഫില്ല് ചെയ്യാൻ ചുമ്മാ നമ്മളവിടെ ഒരു ബ്ലാക്ക് കളർ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് തോന്നിയ പോലെ അടിച്ചു കൊടുക്കുക, കാരണം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. പിന്നെ നമ്മളല്ല ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അതേപോലെ അടിച്ചു കൊടുക്കാൻ പറ്റും. അടിച്ചു കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമല്ല, പക്ഷേ നമ്മളൊന്നുകൂടെ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബ്ലാക്ക് അക്രിലിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ അങ്ങ് ഇതിൻ്റെ പുറത്തങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫെവിക്കോൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാമിനേഷൻ കോട്ട് പോലെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് വെച്ചതാണെന്ന് തോന്നേയില്ല. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു വാട്ടർ റെസിസ്റ്റൻ്റ് കൂടാണ്. അപ്പോൾ വേറൊരു പ്രശ്നവുമില്ല കേട്ടോ. ഫെവിക്കോൾ ഇതുപോലെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പറാണ് താഴെയുള്ളത്, ബലം പിടിച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ കേടുവരും. അങ്ങനെ ഫെവിക്കോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെ ആ ഫെവിക്കോൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷൈനിങ് കൂടെ കിട്ടും കേട്ടോ. പിന്നെ വുഡിന് സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് നന്നായി ഉണങ്ങി കിട്ടും. കണ്ട, ഇപ്പോൾ നമ്മുടെ ഒരു BTSൻ്റെ ഫോട്ടോ അല്ലേ നമ്മൾ വരച്ചതാണെന്നേ തോന്നുള്ളൂ. നമ്മൾ പേപ്പർ ഒട്ടിച്ചതൊന്നും ഒരിക്കലും മനസ്സിലാവാത്ത തരത്തിലായിട്ടുണ്ട്. കണ്ട, ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലാണെങ്കിലും അതുപോലെ പല സ്ഥലത്തും ഈ ഒരു ആർമിയുടെ പോസ്റ്റുകൾ കാണാറുണ്ട്. ഭയങ്കര ഡൈഹാർഡ് ആർമിയാണെന്ന് മനസ്സിലാവാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞാൻ ഓരോ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇവരുടെ എന്താ പറയുക, ഈ 7 പേരുടെ പേര് പോലും നല്ലപോലെ പറയാനറിയില്ല.
അപ്പോൾ ഈ അറിയുന്ന ആൾക്കാർ ഈ 7 പേരുടെ പേരൊന്ന് കമൻ്റായിട്ട് താഴെ ഇടാം. അപ്പോൾ നമ്മൾ പരമാവധി നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട ആ ഒരു ഷൈനിങ് കണ്ടില്ലേ, അത് നമ്മുടെ ഫെവിക്കോളിൻ്റെ മാത്രം ഗുണമാണ്. അതുകൊണ്ടാണ് ഫെവിക്കോൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ മതി. അതിനാണ് നമ്മൾ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വാർണിഷ് അടിച്ച പോലെ ഉണ്ടാവും, എന്നാലാണെങ്കിൽ യെല്ലോ ഷെയ്ഡ് വരില്ല. വുഡൻ വാർണിഷ് അടിച്ച ഒരു യെല്ലോ ഷെയ്ഡ് വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ആർട്ടിസ്റ്റിക് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. അതെ, വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതുപോലെ തന്നെ തീരെ ചിലവില്ലാണ്ട് ഒരു 5-10 രൂപക്ക് മാത്രം ചിലവ് വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് BTS ആർമിക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടെ നമുക്ക്, അല്ലെങ്കിൽ BTS ആർമിക്ക് അല്ലാതെ മറ്റുള്ളവർക്ക്, നമ്മുടെ ഫോളോവേഴ്സിന് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും കൂടി പറഞ്ഞുതരാൻ പറ്റൂട്ടാ. അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ ഫോട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ കളറായിട്ടോ നമ്മൾ പ്രിൻ്റ് എടുക്കാം. ടിഷ്യൂ പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മരത്തിൻ്റെ അല്ലെങ്കിൽ വുഡിൻ്റെ റൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്ററൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എത്ര വലുപ്പത്തിലാണെങ്കിലും ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ ഇതൊരു ഐഡിയ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവായിട്ട് പലതരത്തിലും മാറ്റാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യാൻ നോട്ടാ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ നോക്കിയാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറി നോക്കുക. ഇനി ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാലും നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറഞ്ഞാൽ മതി. ഇതുപോലെ നമുക്കൊരു 2-3 മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു BTS ചെയ്യുമെന്നുള്ളത്. അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേകം ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.